So let's start the new topic that is about the freebies. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഫ്രീബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ രാഷ്ട്രീയ പാർട്ടികള് അവർ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഓരോരോ ഓഫറുകൾ ജനങ്ങൾക്ക് കൊടുക്കും. അപ്പൊ ഓഫറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അതാത് സംസ്ഥാനങ്ങൾക്ക് ആ ഓഫറുകൾ എന്തായിട്ട് മാറും? ഒരു ലയബിലിറ്റി ആയിട്ട് മാറും. അപ്പൊ എല്ലാ ഗവൺമെന്റും, ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, അവരുടെ ഫിനാൻസ് കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫിനാൻസ് കമ്മീഷന് ഈ ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടീസ് കൊടുത്തിട്ടുള്ള ഈ ഓഫറുകൾ എന്തായിട്ട് മാറും? ഫിനാൻസ് കമ്മീഷന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. അതാണ് പത്രത്തിൽ ഒരു ന്യൂസ് ആയിട്ട് വരിക. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഫ്രീബികൾ കൺട്രോൾ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ പവർ ഉണ്ടോ? ഇല്ല. ആ പവറുകൾ കൊടുക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ ഒരു ചീഫ് ജസ്റ്റിസ് അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ റേസ് ചെയ്തെന്നുള്ളതാണ് പത്രത്തിൽ ഈ ന്യൂസ് വരാനുള്ള മെയിൻ റീസൺ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ന്യൂസിൽ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് പറയാം. അപ്പം എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് കാണിക്കണമെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ആ ബോഡിക്ക് ഉണ്ടാവണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഈ സ്ഥാപനം ഫിനാൻസ് കമ്മീഷൻ വർക്ക് ചെയ്യുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ 280 എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ സംസ്ഥാനങ്ങളുടെ ടാക്സുകളും മറ്റും പിരിക്കുന്നില്ലേ? അത് ആരൊക്കെ എത്ര വെച്ച് പിരിക്കണം, അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാ, ഫോർമുലാസ് എങ്ങനെയാന്നൊക്കെ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ഫിനാൻസ് കമ്മീഷനാണ്. ഓക്കെ, സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ദേ വിൽ ആസ്ക്, ഫിനാൻസ് കമ്മീഷൻ ഈസ് എ constitutional body and which article is associated with the finance commission, what are the duties of finance commission, and you know that in 2017 15th finance commission constitute ചെയ്തിട്ടുണ്ട് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് NK Singh. അപ്പൊ ഫിനാൻസ് കമ്മീഷനിൽ കുറെ പേര് മെമ്പർമാരും ഉണ്ട്. ഓക്കെ, ആ മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ആണ് താഴെ, അവരുടെ ക്വാളിഫിക്കേഷനും ലിസ്റ്റും ഉണ്ട്. ആൻഡ് 5 വർഷത്തേക്കാണ് ടെനുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവധിയാണ്. അപ്പൊ പ്രസിഡന്റ് 5 വർഷത്തേക്കാണ്, അവരെ റീ അപ്പോയിന്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഫിനാൻസ് കമ്മീഷന് കുറച്ച് ഫങ്ഷൻസ് താഴെ നോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ റീഡ് ഇറ്റ് യുവർ ഓൺ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റംസാർ എന്ന സ്ഥലത്തിനെ കുറിച്ച്. അപ്പൊ ഞാൻ ഈ റംസാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, റംസാർ എന്ന് പറയുന്നത് നമ്മുടെ ഇറാനോട് ചേർന്ന്, കാസ്പിയൻ സിയോട് ചേർന്ന് കിടക്കുന്ന, ഇറാനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞ് സ്ഥലമാണ്. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ കേരളത്തിലെ കുട്ടനാട് പോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ചതുപ്പുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ചതുപ്പ് പോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവണം. ആ ചതുപ്പ് നിലങ്ങൾ മണ്ണിട്ട്, അല്ലെങ്കിൽ പാടങ്ങളോ പാടശേഖരങ്ങളോ മണ്ണിട്ട് നികത്താൻ പാടില്ല, നിയമമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിയമം വരുന്നത്? അങ്ങനെയുള്ള സ്ഥലങ്ങൾ മണ്ണിട്ട് നികത്തിയാല് ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോകും. ഓക്കെ, അപ്പം എന്തായി? ക്ഷാമം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ റീസെന്റ് ഇപ്പൊ ഒരു 6 months ബാക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ബാംഗ്ലൂർ സിറ്റി. ബാംഗ്ലൂർ സിറ്റിയിൽ ഈ വർഷം ഇതുവരെ കാണാത്ത വെള്ളത്തിനുള്ള ഷോർട്ടേജ്, വാട്ടർ ഷോർട്ടേജ് ഉണ്ടായി. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ്. എന്താണ്? അവിടെയുള്ള എല്ലാ വെറ്റ്ലാൻഡുകളും നശിപ്പിച്ചു, അത് മണ്ണിട്ട് മൂടി, ഫ്ലാറ്റുകൾ പണിതു, ഉണ്ടായിരുന്നതെല്ലാം പൊല്യൂഷഡ് ആയും പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ വൻ ഷോർട്ടേജ് വന്നു. ഇത് വലിയൊരു പ്രശ്നമാണ്, ഗ്ലോബൽ പ്രോബ്ലമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും റംസാർ എന്നുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു മീറ്റിംഗ് കൂടി. അപ്പൊ എന്തുകൊണ്ടാണ് റംസാർ എന്നുള്ള സ്ഥലം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം വലിയൊരു ചതുപ്പ് ശേഖരമാണ്. അപ്പൊ അവിടെ തന്നെ മീറ്റിംഗ് കൂടി, എന്നിട്ട് ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണോ ആ മീറ്റിംഗിൽ പങ്കെടുത്തത് അവര് ഇവിടെ ഒരു ഡോക്യുമെന്റിൽ ഒപ്പിട്ടു. എന്നിട്ട് ഒപ്പിട്ട ഡോക്യുമെന്റിൽ എന്താ എഴുതിയേക്കണേ? അവരവരുടെ രാജ്യങ്ങളിലെ സൈറ്റുകൾ, അതായത് ഇങ്ങനെയുള്ള ചതുപ്പ് നിലങ്ങൾ അവർ സംരക്ഷിക്കും. എന്നിട്ട് ആ സംരക്ഷിക്കുന്ന സൈറ്റുകളുടെ പേര് ഈ റംസാർ കൺവെൻഷൻ സൈറ്റ് എന്ന രീതിയിൽ നമ്മൾ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അപ്പൊ പത്രത്തിൽ എന്തുകൊണ്ടാണ് ന്യൂസ് വരുന്ന കാരണം എന്താ? ഇന്ത്യ ഹാസ് ആഡഡ് 5 more റംസാർ സൈറ്റ്സ് ഓർ വെറ്റ്ലാൻഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയായി നമ്പർ ഓഫ് സച്ച് സൈറ്റ് 54 എണ്ണമായി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഓരോ റംസാർ കൺവെൻഷനിലും. അപ്പൊ ഈ പുതിയതായിട്ട് വന്ന ഏതൊക്കെ? ദാറ്റ് ഇസ് കരിക്കിലി ബേർഡ് സാങ്ച്വറി, ഓക്കെ, ആൻഡ് പല്ലികർണൈ മാഷ് റിസർവ് ഫോറസ്റ്റ്,
ഈ മാർഷ് ലാൻഡ് എന്ന് പറഞ്ഞാലും ചതുപ്പ് നിലം തന്നെയാണ് കേട്ടോ. ആൻഡ് പിച്ചവരം മാംഗ്രൂവ് ഇൻ തമിഴ്നാടു ആൻഡ് സാക്യസാഗർ മധ്യപ്രദേശ് ആൻഡ് പാല വെറ്റ്ലാൻഡ് ഇൻ മിസോറാം. ഇതാണ് റീസെന്റ് ആഡ് ചെയ്തത്. അപ്പൊ എന്താണ് ഈ വെറ്റ്ലാൻഡ്? ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. മാർഷ് ലാൻഡ് ആവാം, ഫെൻ ആവാം, പെറ്റ്ലാൻഡ് ആവാം, വാട്ടർ ആവാം, ആർട്ടിഫിഷ്യൽ ആവാം, എങ്ങനെയുള്ള ചതുപ്പായിക്കോട്ടെ, വി വിൽ കൺസിഡർ ആൻഡ് വി വിൽ പ്രൊട്ടക്ട്. ഓക്കെ, ഇതാണ് വെറ്റ്ലാൻഡ്സ്. അപ്പൊ വെറ്റ്ലാൻഡിന്റെ കൺസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1961 റംസാർ കൺവെൻഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട്. അപ്പൊ ഇന്ത്യയിലും അതുണ്ട്. ഇൻ ഇന്ത്യ റംസാർ ഉണ്ട്. അപ്പൊ ദാറ്റ് ഈസ് അബൌട്ട് 11,000 സ്ക്വയർ കിലോമീറ്റേഴ്സ്, 10% ഓഫ് ദ ടോട്ടൽ വെറ്റ്ലാൻഡ് അക്രോസ് ഓൾ ദി സ്റ്റേറ്റ്സ്. ഇതെല്ലാം റംസാർ കൺവെൻഷൻ സൈറ്റുകളായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം ഇന്ത്യയെ പോലെ അത്രയും ഉള്ള വേറൊരു സൗത്ത് ഏഷ്യൻ കൺട്രീസും ഹാസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം റംസാർ കൺവെൻഷൻ സൈറ്റുകൾ മറ്റുള്ള രാജ്യങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതലുണ്ട് UK-ലാണ് 175, മെക്സിക്കോയിൽ 142, മാക്സിമം നമ്പർ ഓഫ് റംസാർ സൈറ്റ്. എന്നാലോ ബൊളീവിയ സ്പാൻ ദ ലാർജസ്റ്റ് ഏരിയ, 1,40,000 സ്ക്വയർ കിലോമീറ്റർ ആണ് അവര് പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ റംസാർ കൺവെൻഷൻ സൈറ്റ്. ഓക്കെ, അപ്പൊ ബാക്കി റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ക്യാൻ റീഡ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മുടെ ഇന്ത്യൻ ISRO ചില കണക്കുകളൊക്കെ ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നാഷണൽ വെറ്റ്ലാൻഡ് ഇൻവെന്ററി ആൻഡ് അസസ്മെന്റ് കമ്പൈൽഡ് ബൈ ISRO. അവര് മുകളിൽ നിന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇൻ ഇന്ത്യ വി ആർ ഹാവിംഗ് 19 types of wetlands, whereas Gujarat has the maximum area, followed by the Andhra Pradesh, Uttar Pradesh and West Bengal. ഈ നിങ്ങൾ ഗുജറാത്തിന്റെ ഒക്കെ മാപ്പ് എടുത്ത് നോക്കിയാല് ഗുജറാത്തിൽ ഇങ്ങനെ നമ്മൾ ഡ്രാഗന്റെ മുഖം പോലെയാണല്ലോ ഇരിക്കുക. അപ്പൊ അതിന്റെ മോൾ ഭാഗത്ത് ഡ്രാഗന്റെ വായ ഉണ്ട്, വായയുടെ മോൾ ഭാഗത്ത് ആ ഭാഗം നിങ്ങൾ നോക്കിയാല് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ കച്ച് എന്നുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കച്ച്, റാൻ ഓഫ് കച്ച്. ഈ റാൻ ഓഫ് കച്ച് ഒക്കെ കംപ്ലീറ്റ്ലി ചതുപ്പാണ്. അവിടെ ഒരു പ്രത്യേക തരം കഴുതയുണ്ട്, കഴുത. ഓക്കെ, സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ രസമുള്ള കഴുതയാണ് അവിടെ ഉള്ളത്. റാൻ ഓഫ് കച്ച്, ദാറ്റ് ഈസ് ഗുജറാത്ത്. അപ്പൊ ഈ ഗുജറാത്തിന്റെ ഈ ഒരു സ്ഥലവും ആ ഒരു സ്ഥലവും ഒക്കെ വളരെയധികം വൈവിധ്യമാർന്നിട്ടുള്ള ഈ മാർഷ് ലാൻഡുകൾ കിടക്കുന്ന സ്ഥലങ്ങൾ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാല് അവിടെ ഈ ദൂരെ ദൂരെ പറന്നു പോകുന്ന വലിയ വലിയ പക്ഷികളുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന കിളികൾ. അവരിവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ലാൻഡ് ചെയ്ത് അവിടെ മുട്ടയിടും, എന്നിട്ട് വീണ്ടും പറന്നു പോകും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മൈഗ്രേറ്ററി ബേർഡ്സിനെ സംബന്ധിച്ചും ഈ വെറ്റ്ലാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് അടുത്ത പോയിന്റ്. ഇൻ ഉത്തർപ്രദേശ്, ഗുജറാത്ത് സെർവ് ആസ് ദ ഇമ്പോർട്ടന്റ് സ്പേസസ് ഫോർ മൈഗ്രേറ്ററി ബേർഡ്സ്. ഓക്കെ, സോ ഐ തിങ്ക് റംസാർ കൺവെൻഷൻ സൈറ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ ബാക്കിയുള്ള പോയിന്റ്സ്, റഫ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്ന് റിവൈസ് ചെയ്യുവാണ് ഞാൻ. ഒന്ന്, പോളിംഗില് നമ്മൾ കൊടുക്കുന്ന ഫ്രീ ബീസ്. എന്താണ് ഫ്രീ ബി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയണം. അവിടെ നമ്മൾ കണക്ട് ചെയ്ത് പോയ പോയിന്റ് ആണ് ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷനിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പഠിക്കുക. രണ്ടാമത്തെ നമ്മൾ പഠിച്ചതായിരുന്നു അബൌട്ട് ദ കൺവെൻഷൻ. അപ്പൊ റംസാർ കൺവെൻഷൻ എന്താണ്, ഏത് രാജ്യത്താണ്, എന്താണ് മീറ്റിംഗിന്റെ ഉദ്ദേശം, അങ്ങനെ. അതിനുശേഷം റീസെന്റ് ആയിട്ട് 5 ജോയിന്റ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെ, പിന്നെ എന്തൊക്കെയാണ് ഈ വെറ്റ്ലാൻഡ്, പിന്നെ ഇന്ത്യയിലെ വെറ്റ്ലാൻഡുകൾ എങ്ങനെ, ലോകത്തിൽ എത്ര വെറ്റ്ലാൻഡ്, ഏറ്റവും കൂടുതൽ വെറ്റ്ലാൻഡ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഗുജറാത്തിന്റെ കാര്യവും ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ ദിസ് ബിഗ് നോട്ട് സീരീസ്, ഇറ്റ് ഈസ് അബൌട്ട് ദ എൻട്രീറ്റ് ടെക്നോളജി. എൻട്രീറ്റ് ടെക്നോളജി ന്യൂസിൽ വരാൻ കാരണം BMC. ഈ BMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹി, മുംബൈ പോലുള്ള കോർപ്പറേഷൻസിന്റെ ഷോർട്ട് ഫോം ആയിട്ട്. അപ്പം ബിർഹാം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, അവര് IIT-B. ഓക്കെ, അപ്പം IIT ആയിട്ട് ചേർന്ന് ഇൻ സിതു ട്രീറ്റ്മെന്റ്. അപ്പൊ അത് 2 ടൈപ്പ് ഉണ്ട്, അതെന്ന് ഞാൻ പറയാം. ഓക്കെ, ഒരു പ്രോജക്റ്റ് എന്തിനാണ്, ദാറ്റ് ഈസ് ഫോർ ദ സീവേജ് ഇൻ ദ നുള്ള. ഓക്കെ, ഒരു പൈലറ്റ് പ്രോജക്റ്റ്. പൈലറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്ന ഒരു പ്രോജക്റ്റ്. ഓക്കെ, ആൻഡ് വിൽ പ്രിവെന്റ് കോസ്റ്റൽ പൊല്യൂഷൻ ഡ്യൂ ടു ദ സീവേജ് ഫ്രം 25 nullas ഫ്രം ഫോളോയിങ് അൺട്രീറ്റഡ് ഇൻ ടു ദ സീ ഓർ ക്രീക്സ്. അതായത് ഓരോ ഗള്ളീസ്, അതായത് 1 minute, I just will explain what is in situ. രണ്ട് ടൈപ്പ് സാധനങ്ങൾ നമ്മൾ പറയും. ദാറ്റ് ഈസ് ഇൻ സിതു ആൻഡ് എക്സ് സിതു. Okay, I will explain. 1 minute. Where is it? Where is it?
യാ ഇൻസൈഡ് എന്നും ഔട്ട്സൈഡ് നിങ്ങൾ വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ അകത്ത് ഉൾക്കൊള്ളിക്കുക, എക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാക്കുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം ഇൻ സിറ്റു അല്ലെങ്കിൽ ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവിടെയുള്ള എല്ലാ സ്പീഷീസിനെയും ജീവികളെയും, അത് എൻഡേഞ്ചേർഡ് ആയിക്കോട്ടെ വൈൽഡ് ആനിമൽസ് ആയിക്കോട്ടെ, അവരെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻ സിറ്റു പ്രൊജക്ട് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇൻ സിറ്റു ട്രീറ്റ്മെന്റ്. അപ്പൊ ഇവിടെ ഇൻ സിറ്റു ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് എന്ന് പറഞ്ഞാൽ അവരാ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഉള്ള ജീവികൾ നശിച്ചു പോകുന്നില്ല. അപ്പൊ എക്സ് സിറ്റു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ഓഫ് ഇൻ സിറ്റു. അപ്പൊ ബാക്കിയുള്ള, അതായത് എല്ലാ ലിവിങ് സ്പീഷീസ് ഇൻ ദ മാൻ മെയ്ഡ് ഓർ ആർട്ടിഫിഷ്യൽ ആർട്ട്ഫുൾ ഹാബിറ്റായിട്ട് ജീവിക്കുന്ന എല്ലാത്തിനും, അപ്പൊ ഓൾറെഡി ഉള്ള ജീവികളും നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുണോ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ പുലികളെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് അവിടെ ഓൾറെഡി ഉള്ളവരല്ല, അവരെ നമ്മൾ ആഫ്രിക്കൻ സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടേക്കും. സോ അതെന്താ, അവരെ ഇവിടെ കൊണ്ടുവന്ന് ആർട്ടിഫിഷ്യലി നമ്മൾ അതിനെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് കൺസർവേഷൻസ്, ഇൻ ഇതുകൊണ്ട് എക്സ് ഇതുകൊണ്ട്, അതൊന്നും ഓർത്ത് വെച്ചാൽ മതി എല്ലാവരുടെയും മനസ്സിൽ. ദെൻ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു എല്ലാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ അങ്ങനെയുള്ള സീവേജ് അല്ലെങ്കിൽ പുഴകളിലോ കടലിലോ ഒക്കെ വന്ന് അടിഞ്ഞുകൂടാറുണ്ട്, അല്ലെങ്കിൽ അത് വന്ന് വീഴാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് വീഴുവാണെങ്കിൽ ഒരു പകുതി സ്ഥലത്ത് വരെ ഇത് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. അപ്പം ഇവിടെ നമ്മുടെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബാംഗ്ലൂരും തമ്മിൽ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സീവേജ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു സൈനപ്പ് ചെയ്തു എന്നുള്ള, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ് വരാൻ കാര്യം. ഇവിടെ നുള്ളാന്ന് എഴുതിയേക്കണ വേറൊന്നുമല്ല, റിവർ ബെഡ്, അതായത് ശരിക്കും പറഞ്ഞാൽ പുഴകളുടെ ഒക്കെ തീരം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്ന് അടിഞ്ഞു കൂടുന്ന പുഴകളുടെ തീരത്തുള്ള ഇങ്ങനെയുള്ള വേസ്റ്റ് സാധനങ്ങളെ കറക്റ്റ് ആയിട്ട് ഒരു പൊല്യൂഷൻ ഒക്കെ ഒഴിവാക്കി കറക്റ്റ് ട്രീറ്റ് ചെയ്തിടുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ഉണ്ടാവില്ല, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് എൻട്രീറ്റ് ടെക്നോളജി. ഓക്കെ, അതൊരു 7 സ്റ്റേജ് ട്രീറ്റ്മെന്റ് ആണ് എന്തിനുള്ള വേസ്റ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ 7 സ്റ്റേജ് ട്രീറ്റ്മെന്റിൽ കംപ്ലീറ്റ്ലി ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് ഇടും. ഓക്കെ, അപ്പൊ വലിയ പ്രോബ്ലം ഇല്ലാതെ അവിടെ അത് കിടക്കും. ഇപ്പം സിംഗപ്പൂര് പോലെ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ചെയ്യും സ്ക്രീൻസ്, ഗേറ്റ്സ്, സ്ലിറ്റ് ട്രാപ്സ്, കർട്ടൻസ് ഓഫ് കോക്കനട്ട് ഫൈബർ, എല്ലാ രീതിയിലുള്ള ഫിൽട്രേഷൻ ഉപയോഗിക്കും. ആൻഡ് ഓൾസോ സോഡിയം ഹിപ്പോക്ലോറൈറ്റ് ഉപയോഗിക്കും. എല്ലാം വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റ് വഴി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ എല്ലാ റിവർ ബെഡുകളിലേക്കും, അല്ലെങ്കിൽ ഇത് പറഞ്ഞ അടിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളിലെല്ലാം സീവേജുകൾ കറക്റ്റ് ആയിട്ട് അടിഞ്ഞുകൂടുകയും അത് ഉപയോഗിക്കുന്നത് കൊണ്ട്, ഈ പ്രോസസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുകയും ചെയ്യും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്. അപ്പൊ ഇതിൽ കുറച്ച് സ്റ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ വായിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് സ്റ്റേജ് ഇൻവോൾവ് സ്ക്രീനിങ് ആൻഡ് പ്രിവെന്റ് ഓഫ് ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളെ ആദ്യം ക്ലിയർ ചെയ്യും. സെക്കൻഡ് സ്റ്റേജിൽ അത് സ്ലിറ്റ് ട്രാപ്പ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജിൽ ഇൻസ്റ്റലേഷൻ ഓഫ് ബയോസോൺസ് ഫിൽട്ടർ ചെയ്യും. അങ്ങനെ കുറച്ച് സ്റ്റേജുകൾ ഇവർ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവസാനമാണ് ഈ കെമിക്കൽ ഉപയോഗിച്ച്, അതായത് ആ വെള്ളത്തിന്റെ അകത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് കലക്കി ബാക്ടീരിയകളെ കൂടെ കൊന്നുകളയും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ, ആ വേസ്റ്റ് വെള്ളം ഓൾമോസ്റ്റ് പ്യുവർ പോലെ അങ്ങ് ക്ലിയർ ആയി പോകുന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിന്റെ ഉദ്ദേശം. സോ എക്സാമിന് ചിലപ്പോൾ നമ്മളോട് എങ്ങനെ ചോദിക്കാം, എൻട്രി ടെക്നോളജിയിൽ എത്ര സ്റ്റെപ്പ് അല്ലെങ്കിൽ എത്ര സ്റ്റേജ് ഉണ്ടെന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പിന്നെ ഈ എൻട്രി ടെക്നോളജി റീസെന്റ് ഉപയോഗിച്ച ഏത് കോർപ്പറേഷൻ ആണ്, മുംബൈ ആണോ, ഡൽഹി ആണോ, ചെന്നൈ ആണോ, ബാംഗ്ലൂർ ആണോ ചോദിക്കാം. അപ്പം അതിൽ IIT-B ബാംഗ്ലൂരുമായിട്ടാണ് ടൈപ്പ് ചെയ്തതെന്ന് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ 2-3 ടൈപ്പ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് വി നീഡ് ടു ഡിസ്കസ് അബൌട്ട് ദ മൊഡേറ സൺ ടെമ്പിൾ. അപ്പൊ നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ, ഓക്കെ, അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ അറ്റ് കാലൂപുർ ഇൻ അഹമ്മദാബാദ് സിറ്റി വിൽ ഡെവലപ്പ് ഓൺ ദ തീം ഓഫ് മൊഡേറ സൺ. അതായത് വേറൊന്നുമില്ല, പല റെയിൽവേ സ്റ്റേഷൻസും ആ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ടൂറിസം പ്ലോട്ടുകൾ അനുസരിച്ച്, ഇപ്പൊ ടൂറിസം ഉദാഹരണം പറഞ്ഞാൽ, ടൂറിസത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭിത്തിയിലൊക്കെ പൂരത്തിന്റെ പടങ്ങളും ആനയുടെ എഴുന്നള്ളത്തിന്റെ ഒക്കെ പടങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാ റെയിൽവേ സ്റ്റേഷനെയും അതാത് സ്ഥലങ്ങളുടെ ഡിസൈനിലേക്ക് മാറ്റുമ്പോൾ
ഒരു ഭംഗി ഉണ്ടാകുകയും നമ്മുടെ ടൂറിസം ബിസിനസിനെ ഗുണം ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പം വേറൊന്നുമില്ല, അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ കളറും തീമും മാറ്റി എന്നുള്ളതാണ് ഇതൊരു ന്യൂസ് വരാം. അപ്പൊ ഇത് ഏത് ടെമ്പിളിന്റെ ഷേപ്പിലാണ് മാറിയത്? ഒരു സൺ ടെമ്പിൾ ആണ്. അപ്പം സൺ ടെമ്പിളിന്റെ പ്രത്യേകത എന്താണ്? സൺ ടെമ്പിളിന്റെ പ്രത്യേകത, സൺ ടെമ്പിളിന്റെ ഡയറ്റി, അതായത് പ്രതിഷ്ഠ എന്ന് പറയുന്നത് സൺ ആണ്. അപ്പൊ സൂര്യനെ ദൈവമാക്കി വെച്ചുകൊണ്ട് ആരാധന നടത്തുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സൺ ടെമ്പിൾ. ഇതിൽ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. സൺ ടെമ്പിളില് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സണ്ണിനെ ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമൂഹം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് അവർക്ക് നേരത്തെ ഐഡിയ ഉണ്ടെന്നല്ലേ. സോ നമ്മുടെ ഇന്ത്യയിൽ പഴയ നളന്ദ, തക്ഷില യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ദേ ആർ സോ ഡീപ്പ് ഇൻ ഓൾ ദി നോളജ്. പക്ഷെ നശിച്ചുപോയി. അപ്പം സൺ ടെമ്പിള്, ദാറ്റ് ഇസ് സോളാർ ഡയറ്റി സൂര്യ, ലൊക്കേറ്റ് ഇൻ ദ മൊദേര വില്ലേജ് ഓഫ് മെഹ്സാന ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. ഓക്കെ, ഇൻ ദ ബാങ്ക് ഓഫ് റിവർ പുഷ്പവതി. ഓക്കെ, അപ്പം പഴയ ഒരു ഡൈനാസ്റ്റി ഉണ്ട് ഗുജറാത്ത് സൈഡില്. നമ്മൾ ഈ ഗുപ്ത ഡൈനാസ്റ്റി, അശോക ഡൈനാസ്റ്റി, മൗര്യ ഡൈനാസ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ, അതാണ് സോളങ്കി. ഓക്കെ, ഇപ്പോഴും സോളങ്കികളെ പോലെ, സോളങ്കി എന്നുള്ള റിലീജിയസ് പേര് വെച്ച് നടക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ദർ വാസ് വൺ പേഴ്സൺ ഇൻ, ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. സോളങ്കി ഗുജറാത്ത് സൈഡിലൊക്കെ ഉള്ളൊരു സമൂഹമാണ്, ഇപ്പോഴും ഉണ്ട് അവര്. ഓക്കെ, സോ ഇതാണ് ഈ ടെമ്പിളിന്റെ ഒരു പ്രത്യേകത. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു മോണുമെന്റ് ആണ്, പഴയ സാധനമാണ്. സോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇതിനെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇതിന് എല്ലാ ടെമ്പിൾ കോംപ്ലക്സ്, നിങ്ങൾ ഏൻഷ്യന്റ് ആർക്കിടെക്ചർ നോക്കുവാണെങ്കിൽ എല്ലാ പഴയ അമ്പലങ്ങൾക്കും അല്ലെങ്കിൽ അതിനുള്ള ആർക്കിടെക്ചർ ഉണ്ടാവും. അതിനൊരു ഗുദമണ്ഡപ, ഷ്രൈൻ ഹാൾ അല്ലെങ്കിൽ സഭാ മണ്ഡപ, പിന്നെ ഒരു അസംബ്ലി ഹാൾ. അസംബ്ലി ഹാൾ ആണ് സഭാ മണ്ഡപം. അതുപോലെ ഗുദമണ്ഡപ, ഷ്രൈൻ, ഇത് മെയിൻ സാധനം ഇരിക്കുന്ന ഒരു മണ്ഡപം ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന സ്ഥലം ഉണ്ടാവും, സഭാ മണ്ഡപം. പിന്നെ ഒരു റിസർവെയർ, ഒരു കുഞ്ഞു ഒരു കുളം പോലെ, അതായത് കുണ്ട. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് മൊഡേറ സൺ ടെമ്പിളുമായിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് CPEC, ചൈന പാകിസ്ഥാൻ. അതാണ് CPE. അവർ തമ്മിൽ ബിസിനസ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ ബിസിനസ് ആണ്? എല്ലാ ബിസിനസ്സും ഉണ്ട്. അതിനുവേണ്ടി അവർ റോഡ് പണിയാണ്, ഒരു കോറിഡോർ, എക്സ്പ്രസ് ഹൈവേ പോലെ റോഡ് പണിയാണ്. ദാറ്റ് ഈസ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അഥവാ CPEC. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി അവര് മീറ്റിംഗ് കൂടി എന്നുള്ളതാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വെച്ചാൽ ഇന്ത്യയുടെ ചില, ഇപ്പം ജമ്മു കാശ്മീരിന്റെ മുകളിൽ ഗിൽഗിത്ത് എന്നൊക്കെ സ്ഥലം ഉണ്ടല്ലോ, പാകിസ്ഥാന്റെ കൺട്രോളിലുള്ള ചില സ്ഥലങ്ങൾ, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരുണ്ട്. ആ സ്ഥലത്തൂടെയൊക്കെ ഈ ഹൈവേ പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്താ, ഇന്ത്യയുടെ സോവർണിറ്റിനെയും ഡിഗ്നിറ്റിനെയും ഇന്റഗ്രിറ്റിനെയും ചലഞ്ച് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഫ്രിഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഈ ഒരു കോറിഡോർ പ്രൊജക്ടിനെ ശക്തമായി എതിർത്തിരുന്നുള്ളതാണ് ന്യൂസ്. അപ്പൊ എന്താണ് CPEC എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ബൈലാട്രൽ പ്രൊജക്ട് ആണ്. സോ വാട്ട് ഈസ് ബൈലാട്രൽ? ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്, അപ്പൊ ട്രൈ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്ന്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ട്രൈലാട്രൽ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? 3 രാജ്യങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ബൈ ആയതുകൊണ്ട് 2 രാജ്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ പരിപാടി? ഒരു നെറ്റ്വർക്ക് ഓഫ് ഹൈവേ. ആരാടാ? ചോദിച്ചോ. കേൾക്കുന്നില്ല, ചോദിച്ചോ. ആരാണ്? കേട്ടില്ല. ഏതാടാ? CPEC ആണോ? പറയൂ. CPEC ആണോ? CPEC അല്ല, CPC. CPEC. ഓക്കെ, ഐ വിൽ റീഡ്. യെസ്. അപ്പോ നമ്മുടെ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ പോർഷൻസ്, ആ ഏരിയയിലൂടെ ചൈനയും പാകിസ്ഥാനും വലിയ രീതിയിൽ വലിയ വലിയ റോഡുകളും പണിയുണ്ട്. എന്തിനാ പണിയുന്നത്? സോ ദേ നീഡ് ടു ഹാവ് ആൻ എക്കണോമിക് കോറിഡോർ, ബിസിനസിന് വേണ്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ സോവറിനിറ്റി ചോദ്യം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ എതിർത്തിരുന്നു, അത് ഇല്ലീഗലാന്ന് പറയിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രൊജക്ടിന് അവർ പറഞ്ഞ പേരാണ് CPEC. ഇതൊരു ബൈലാട്രൽ പ്രൊജക്ട്. ബൈ എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾ, അപ്പൊ ട്രൈ എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങൾ എന്ന് പറയുന്ന പോലെ. അപ്പൊ എന്താണ് CPEC? ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കുവാണ് അവർ തമ്മിൽ. എങ്ങനെയൊക്കെ? ഹൈവേ പണിയുന്നുണ്ട്, റെയിൽവേ പണിയുന്നുണ്ട്, പൈപ്പ് ലൈൻ പണിയുന്നുണ്ട്. ഓക്കെ, അപ്പം വലിയ വലിയ പ്രൊജക്ടുകൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ശ്രമം അവർ നടത്തുന്നു. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ റോഡ് പണിയുമ്പോൾ ചൈനയുടെ വെസ്റ്റേൺ പാർട്ട്, അതിനെ നമ്മൾ അവിടെ നമ്മൾ ഓരോ ജില്ലകൾ അല്ലെങ്കിൽ സംസ്ഥാനം എന്ന് വിളിക്കുന്ന ഒരു സ്ഥലമാണ് സിൻജിയാങ് പ്രൊവിൻസ്. ആ പ്രൊവിൻസും
ഗ്വാഡാർ പോർട്ട് ഇൻ ബലൂചിസ്ഥാൻ. ഈ പാകിസ്ഥാൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പാകിസ്ഥാൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പാകിസ്ഥാൻ 2 രാജ്യമായിട്ട് മുറിക്കാൻ പറ്റും. ഒന്ന് ബലൂചിസ്ഥാനും മറ്റത് പാകിസ്ഥാനും. നിങ്ങൾ ഇന്ന് പാകിസ്ഥാന്റെ മാപ്പ് എടുത്ത് ഗൂഗിൾ അടിച്ച് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. പാകിസ്ഥാന്റെ പകുതിക്ക് മുകളിലോട്ടുള്ള സ്ഥലത്തിന് ബലൂചിസ്ഥാൻ എന്ന് പറയാം. ആ ബലൂച്ചുകൾ എന്ന് പറയും. ബലൂചിസ്ഥാനികൾ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞ് സമരം നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അവിടുത്തെ ഒരു പോർട്ടിലേക്ക്, ഗ്വാഡാർ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ റോഡ് പണിയുന്നു. ഓക്കെ, മാത്രമല്ല പാകിസ്ഥാൻ വഴി ആ റോഡ് പോകുന്നുണ്ട്. ദെൻ വയ കുഞ്ചർബ് പാസ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ. അപ്പം അവരിലേക്ക് ബിസിനസ് എത്തിക്കാനുള്ള ശ്രമമായിട്ട് ചൈന വലിയ റോഡുകൾ പണിയുന്നുള്ളതാണ് ഇതിന്റെ പോയിന്റ്. അപ്പൊ ഇവിടെ എനിക്ക് ബലൂചിസ്ഥാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ കാര്യം, ഈ ബലൂച്ചുകൾ അല്ലെങ്കിൽ ബലൂചിസ്ഥാനികൾ സ്വന്തം രാജ്യമാവാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോ പേഴ്സണലി പറയുവാണെങ്കിൽ ബലൂച്ച്സ് ആർ സോ ബ്യൂട്ടിഫുൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭയങ്കര ഭംഗിയുള്ള മനുഷ്യരാണ് അവിടെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കുക, ഹൗ ദേ ലുക്ക് ലൈക്ക്. സോ ദേ ആർ സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് റോഡുകൾ പണിയുന്നത് വഴി ചൈനയുടെ ബിസിനസ് പ്ലാനുകൾ കുറച്ചുകൂടെ എലാബറേറ്റഡ് ആവും. പക്ഷെ പ്രോബ്ലം എന്താ, അവർ പണിയുന്ന റോഡുകൾ ഇന്ത്യയുടെ സ്ഥലത്തൂടെ പോവുക, പക്ഷെ പാകിസ്ഥാൻ ഒക്കിപ്പെടാം. അതുകൊണ്ട് നമുക്ക് എതിർപ്പുണ്ട്. അപ്പൊ അങ്ങനെ ചൈനയിൽ നിന്ന് ബലൂചിസ്ഥാൻ വഴി പാകിസ്ഥാൻ ലിങ്ക് ചെയ്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെ കണക്ട് ചെയ്യുന്ന വലിയ റോഡുകൾ പണിയുവാണെങ്കിൽ ചൈനയുടെ എക്കണോമിക് ഗ്രോത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. ഓക്കെ, സോ ഇറ്റ് ഇസ് എ വെരി ബിഗ് പ്രോജക്ട്. ചൈന ടു ആക്സസ് ദ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക ഫ്രം ദ ഗ്വാഡാർ പോർട്ട്, ഇനേബിളിംഗ് ചൈന ടു ആക്സസ് ദ ഇന്ത്യൻ ഓഷ്യൻ. കണ്ടോ, പെട്ടെന്ന് തന്നെ അവർക്ക് കണക്ട് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് വൈ CPEC ഈസ് വെരി റിലവന്റ് ന്യൂസ്. വളരെ ഇമ്പോർട്ടന്റ് ന്യൂസ് ആവാനുള്ള കാരണമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂസ് ഈസ് അബൌട്ട് ദ പവർ താരിഫ് റിവിഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ഡിസ്കോം. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയില് പവർ ജനറേഷൻ ഉണ്ട്, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തില് KSEB നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ആൾക്കാരാണ് എന്ത് തരുന്നത്, കറണ്ട് തരുന്നത്. സ്റ്റേറ്റ് ലെവലാണ്. ഓക്കെ, എന്നാൽ എല്ലായിടത്തും അത് സ്റ്റേറ്റ് ലെവൽ ആണെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ 1 minute, ജസ്റ്റ് ഹോൾഡ് ഓൺ. ഓക്കെ, അപ്പം ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ ഉദാഹരണം ഡൽഹിയിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, ഡൽഹിയില് എല്ലാ വീടുകളിലും കറണ്ട് കൊടുക്കുന്നത് റിലയൻസ് കമ്പനിയാണ്. കാരണം എന്താ, റിലയൻസ് കമ്പനിക്ക് അവരുടേതായ പ്രൈവറ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ട്. അത് തെർമൽ ആവാം, ഹൈഡ്രൽ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഡൽഹി ഗവൺമെന്റ് നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ആ ഡൽഹിയിലുള്ള എല്ലാവർക്കും ഇവർ കറണ്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്, റിലയൻസ് കമ്പനിക്കാണ് പൈസ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനീസിനെയാണ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനീസ് അഥവാ ഡിസ്കോം എന്ന് നമ്മൾ പറയാം. അപ്പം ആലോചിച്ച് നോക്കിയേ, ഗവൺമെന്റ് നേരിട്ട് തരുമ്പോൾ കറണ്ട് ബില്ല് കൂട്ടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൈവറ്റ് കമ്പനികളാണ് ചെയ്യുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ന്യൂസ് വരാൻ കാരണം കോണ്ടാക്ട് ഇത്രയേ ഉള്ളൂ. തമിഴ്നാട്ടിലെ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ, ദാറ്റ് ഇസ് ടാൻജി ഡിക്കോ പേരാണ്, വലിയ കാര്യമൊന്നുമില്ല. അവര് ഈ താരിഫ് റിവൈസ് ചെയ്തെന്നുള്ള ഹൈക്ക് വന്നു. 10% നിന്ന് 35% കറണ്ട് ബില്ല് കൂടിയത്. ഭയങ്കര വലിയ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ദെയർ ഇൻ ദ ന്യൂസ്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ദർ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ കേസ് ഇന്ത്യയില്. നമുക്ക് നിങ്ങളുടെ ഒക്കെ മൗലികമായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ദാറ്റ് ഇസ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അണ്ടർ ആർട്ടിക്കിൾ 20 കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫും ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. ഈ റൈറ്റ് ടു ലൈഫിന്റെ അകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് പറയുന്നുണ്ട്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ ഇലക്ട്രിസിറ്റി ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ മൗലിക അവകാശങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടണ്ടേ? ഓക്കെ, അപ്പൊ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനുവേണ്ടി തന്നെയായിട്ട് ഇതിങ്ങനെ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ, ഇപ്പൊ ഡൽഹിയിലൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാവും, അവർ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി പറയുമായിരുന്നു കറണ്ട് ഫ്രീ, പഞ്ചാബിൽ കറണ്ട് ഫ്രീ, ഇപ്പൊ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുന്നതിന് പ്രോബ്ലം ഉണ്ടാകും, കാരണം കുറച്ച് ഭയങ്കര ലോസ് ഉണ്ടാകും. അപ്പൊ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ന്യൂസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐ മീൻ ഒരു സ്കീം ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, ദാറ്റ് ഇസ് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന, ഉദയ്. ഓക്കെ, അത് വേറൊന്നുമല്ല,
സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ് ഓൺഡ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിനെ സൂക്ഷിക്കണം. കാരണം എന്താ, അവർ തകർന്നു പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനീസ് കയറി ആ പ്രോബ്ലം ഉണ്ടാക്കും. അപ്പം സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ബാക്കിയുള്ള കുറച്ച് കണക്കുകളാണ് ഫിനാൻസിയർ, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് മാത്രമേ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിസ്കോം. അപ്പൊ ഡിസ്കോം എന്താണെന്നും അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞു ഡൽഹിയിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ടാണ് ഫ്രീ കറണ്ട് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നതിന് ശേഷം പിന്നീട് ഗവൺമെന്റ് അത് കൊടുക്കാൻ പറ്റാതെ വരികയും പിന്നീട് പെട്ടെന്ന് ഇതുപോലെ 35% ഒക്കെ കറണ്ട് ബില്ല് കൂട്ടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനം നമുക്ക് സർക്കാർ ഫ്രീ തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ ഫ്രീ ഒഴിവാക്കിയിട്ട് ആ നഷ്ടപ്പെട്ട പൈസയും കൂടെ അവർ തിരിച്ചു പിടിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ചാൽ. അടുത്തത് ഇന്ത്യാസ് സിവിൽ സൊസൈറ്റി. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അത് വേറെ ഒന്നുമില്ല, ഇന്ത്യയുടെ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് സ്ലോലി ചിപ്പിംഗ് അവേ അറ്റ് ദ റൈറ്റ് ഓഫ് സിവിൽ സൊസൈറ്റി ഗ്രൂപ്സ് യൂസിംഗ് ലോസ് FCRA. 1 minute. Just 1 minute, everyone. Just please hold on for 5 minutes.
അക്കാഡമി എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കും. പ്ലീസ് ഹോൾഡ് ഓൺ. അലീന കെ, സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അലീന? കേൾക്കുന്നുണ്ട് സർ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ക്രിസ്റ്റി, സ്ക്രീൻ കാണാമോ? കാണാം സർ. Okay, fine. So again, we'll continue. സിവിൽ സൊസൈറ്റി ആണ്. അപ്പൊ ഇതില് നമ്മുടെ ഇന്ത്യയില് ഇറ്റ് ഈസ് ബീൻ ഇന്ത്യയിൽ സ്റ്റേറ്റില് നോൺ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതായത് ഇതിൽ ഈ സിവിൽ സൊസൈറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും NGO-കളുണ്ട്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. ഇപ്പം കുറെ NGO-കളെ അല്ലെങ്കിൽ കുറെ സ്ഥാപനങ്ങളെ ഇന്ത്യ ഗവൺമെന്റ് ബാൻ ചെയ്ത് കളഞ്ഞു. അതായത് മറ്റ് രാജ്യങ്ങളിൽ ഇപ്പൊ റെഡ് ക്രോസ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, റെഡ് ക്രോസ്. അപ്പൊ റെഡ് ക്രോസ് പോലുള്ള സ്ഥാപനങ്ങൾ പല രാജ്യങ്ങളിലും സോഷ്യൽ വെൽഫെയർ പരിപാടികൾ നടത്താറുണ്ട്. അപ്പൊ ഇന്ത്യയിലും അങ്ങനെ നടത്താറുണ്ട്. അങ്ങനെ വന്ന പല പല രാജ്യങ്ങളെയും പല പല ഓർഗനൈസേഷൻസിനെയും സംശയത്തിന്റെ ദൃഷ്ടിയിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഈ ന്യൂസിന്റെ പ്രത്യേകത. അപ്പം സ്ലോലി ചിപ്പിംഗ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇങ്ങനെയുള്ള സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ന്യൂസ്. എങ്ങനെ ഒഴിവാക്കുന്നു? യൂസിങ് ലോസ്, ചില നിയമങ്ങൾ ഉപയോഗിച്ച്. എന്തൊക്കെയാ നിയമങ്ങള്? FCRA, PMLA. അപ്പൊ നമുക്കത് നോക്കാം എന്താ. അപ്പം ഇന്ത്യ ഡീപ്ലി സസ്പീഷ്യസ് ഓഫ് ദ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആൻഡ് സിവിൽ സൊസൈറ്റി ലീഡേഴ്സ്. ഇതാണ് പോയിന്റ്. ഓക്കെ. അപ്പൊ ഇത് ഇന്ത്യയിൽ ഇപ്പം പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മദർ തെരേസ ഇന്ത്യയിൽ വന്ന് സോഷ്യൽ വെൽഫെയർ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡാസ് കള്ളർ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു, അവര് വന്ന് സോഷ്യൽ വെൽഫെയർ. അപ്പൊ ഒത്തിരി ആൾക്കാർ അതുപോലെ റെഡ് ക്രോസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന ഈ പറയുന്ന സൊസൈറ്റികൾക്ക് ഇന്ത്യയിലേക്ക് വന്ന് ജോലി ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആ രാജ്യങ്ങളിലെ ആൾക്കാര് ഇങ്ങോട്ട് പൈസയൊക്കെ അയച്ചു കൊടുക്കും, ക്യാഷ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പം സിവിൽ സൊസൈറ്റിയിൽ ഇങ്ങോട്ട് ക്യാഷ് അല്ലെങ്കിൽ നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്ന അതിനുവേണ്ടി ഒരു നിയമം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് FCRA. എന്താ അത്? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഫോറിനിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വരുന്നതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് FCRA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്? PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബ്ലാക്ക് മണീനെ വൈറ്റ് മണി ആക്കുന്ന ഒരു പ്രോസസ്. അപ്പൊ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ബില്ലൊന്നും അടയ്ക്കാതെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതെ വെക്കുന്ന പൈസ. അപ്പൊ ടാക്സ് അടക്കാതെ വെക്കുന്ന പൈസേനെ എന്ത് ചെയ്യുവാണ്? അതിനെ ഇങ്ങനെയുള്ള കമ്പനികളിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങിപ്പിക്കുമ്പോൾ ഈ പൈസ എന്തായിട്ട് മാറും? വൈറ്റ് മണി ആയിട്ട് മാറും, അക്കൗണ്ടബിൾ ആവും. ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ഈ FCRA എന്നുള്ള ഒരു നിയമവും PMLA എന്നുള്ള നിയമവും ഉപയോഗിച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന NGO-കളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ന്യൂസ്. ഇത് കൂടാതെ വേറൊരു സംഭവം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കർഷക സമരം എന്നൊരു സാധനം ഉണ്ട്. കർഷക സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ക്യാപിറ്റൽ സിറ്റി ഡൽഹിയിലേക്ക് പഞ്ചാബിൽ നിന്ന് വന്നിട്ടുള്ള കുറെ കർഷകര് വണ്ടിയും വിളിച്ചു വന്ന് അവര് ഡൽഹിനെ സമരം ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ കർഷക സമരം. അപ്പൊ കർഷക ബില്ല് വന്നപ്പോഴാണ് ഇങ്ങനെ. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വലിയൊരു ഭീഷണി ഇതിൽ നിന്നുണ്ടായി. അപ്പൊ ഒരു രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യാനോ ഒരു രീതിയിൽ അവരെ തടയാനോ പറ്റാത്ത രീതിയിലേക്ക് അവർ വളർന്നു ഭയങ്കര വലിയ സമരമായിട്ട് മാറി. പിന്നീട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുക, ആ കർഷക സമരത്തിന്റെ ബാക്കപ്പില് അവർക്ക് വേണ്ട പൈസയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫണ്ട് ചെയ്തത് കാനഡ എന്ന രാജ്യമാണ്. അപ്പൊ കാനഡ എന്ന രാജ്യത്തില് 35% ഓഫ് ദ കനേഡിയൻസ് ആർ പഞ്ചാബീസ്. ആ പഞ്ചാബികളിൽ ഭൂരിഭാഗം പഞ്ചാബികൾക്കും എന്ത് ചായവുണ്ടായിരുന്നു? അവർക്ക് ഖലിസ്ഥാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ഖലിസ്ഥാൻ ഒരു പ്രോബ്ലം ഉണ്ട്. ഖലിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾ നമ്മൾ പറയും. അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പൊ ഖലിസ്ഥാൻ തീവ്രവാദികൾ ഖലിസ്ഥാന് വേണ്ടി സമരം നടത്തുന്നു. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഫോറിൻ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരികയും
മണി ലോണ്ടറിങ് വഴി പൈസ കൊണ്ടിരിക്കുകയും ആ പൈസ ഉപയോഗിച്ച് അൺലോഫുൾ ആക്ടിവിറ്റീസ് നടത്തുകയും ചെയ്തെന്നുള്ളതാണ് ന്യൂസ്. വേറെ ന്യൂസ്. അപ്പൊ ഇങ്ങനെയുള്ള NGO-കളെ ഈ നിയമങ്ങളുടെ കീഴിൽ കൊണ്ടുവന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുവാണ്? അവരുടെ ഫോറിൻ ഫണ്ടുകളെല്ലാം കൺട്രോൾ ചെയ്യുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുവാണ്? ഇപ്പൊ അവർക്ക് അവരുടെ ലൈസൻസ് എല്ലാ 5 വർഷവും റിന്യൂ ചെയ്യണം നിയമം കൊണ്ടുവരും. മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും രസമാണ് കേട്ടോ, 16,692 NGO-കളുടെ ലൈസൻസ് ആണ് 2015 2022 ഇടയിൽ കട്ട് ചെയ്തത്. അത് വലിയൊരു സംഭവമാണ്. ഓക്കെ, അപ്പം ഇതാണ് FCRA-യും PMLA. അപ്പൊ ഇവിടെ ഒരു അമെന്റ്മെന്റ് 2020 FCRA-യിൽ വന്നിട്ടുണ്ട്. അവരെന്താ പറഞ്ഞേക്കണത്? സ്പെൻഡ് ലെസ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. NGO-കൾക്ക് വരുന്ന പൈസ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ അടുത്തത്? അവര് NGOs were required to operate their foreign account. അവർക്ക് ഫോറിൻ അക്കൗണ്ട് ആയിരിക്കണം, പക്ഷെ ആ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലോ ആയിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2020 FCRA ബില്ല് ചേഞ്ച് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെയാണ് ടാക്സ് ഫ്രീ സ്റ്റാറ്റസ് ഓഫ് ദ ഡൊമസ്റ്റിക് ഡൊണേഷൻ വുഡ് ബി റിവ്യൂഡ് ഇൻ എവരി 5 years. ടാക്സ് ഫ്രീ സ്റ്റാറ്റസ് ഉണ്ട്. ചില അമ്പലങ്ങൾക്ക് പള്ളികൾക്ക് നമ്മൾ പൈസ കൊടുത്താൽ ടാക്സ് നമുക്ക് എക്സംഷൻ കിട്ടും. അതെല്ലാം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ന്യൂസുകൾ നിങ്ങൾ വായിക്കുക. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ FCRA ആൻഡ് PMLA. അപ്പൊ PMLA-യുടെ 1-2 ചെറിയ പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു നിയമം, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് വന്നത് 2003 തൊട്ടാണ്. ഓക്കെ, അത് എഫക്ട് ചെയ്ത് 2005 തൊട്ടാണ്. അപ്പൊ മണി ലോണ്ടറിങ് എന്നുള്ളത് ഞാൻ ആ പറഞ്ഞ കുഞ്ഞു ബേസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂസ് ഇറ്റ്സ് അബൌട്ട് ദ സൈബർ അറ്റാക്ക്. എന്താണ് സൈബർ അറ്റാക്ക് ഉണ്ടായത്? 674,000 അധികം സൈബർ അറ്റാക്കുകൾ 2022 വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ലോകസഭയില് ഒരു കണക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതില് 3700 സൈബർ അറ്റാക്സ് എ ഡേ, ഒരു ദിവസം അത്രയും സൈബർ അറ്റാക്ക് നമ്മുടെ രാജ്യത്തിനെതിരെ ഉണ്ട്. സ്വാഭാവികമായിട്ടും കോവിഡ് വാക്സിൻ ഒക്കെ സംബന്ധിച്ചും ബാങ്കിങ് മേഖലകളിലും ഫിനാൻസ് മേഖലകളിലും ഓയിൽ കമ്പനികൾക്കൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഏപ്രിൽ 2022 ഇന്ത്യൻ ഓയിൽ ഇന്ത്യ ഇൻ ആസാം വാസ് വൺ ഓഫ് ദ വേർസ്റ്റ് സീരിയസ് ഇൻസിഡൻസ് ഓഫ് റാൻസം വെയർ അറ്റാക്ക്. ഈ റാൻസം എന്ന വാക്കിന്റെ അർത്ഥം, റാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ പറയും അയാളെ വിട്ടു തരണമെങ്കിൽ ഇത്ര രൂപ തരണം. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ? മോചന ദ്രവ്യം എന്ന് പറയും. അയാളെ മോചിപ്പിക്കണമെങ്കിൽ ഇത്ര പൈസ തരണം, മോചന ദ്രവ്യം. അപ്പൊ ആ മോചന ദ്രവ്യത്തിന് വേണ്ടി നമ്മൾ അയാൾക്ക് പൈസ കൊടുത്തിട്ട് അയാളെ തട്ടിക്കൊണ്ടുപോയി അയാളെ തിരിച്ചെടുക്കും. ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറും അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ പോലുള്ള സാധനങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാൻ പറ്റൂല. എന്നിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറയും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഞങ്ങൾ ഓപ്പൺ ആക്കി തരാം, പക്ഷെ 1 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ 10,000 രൂപ തരണം, അങ്ങനെ, അല്ലെങ്കിൽ 10 കോടി തരണം, ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെയൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടർ അടിച്ചുകൊണ്ട് പോയാൽ അവർക്കൊന്നും കിട്ടാനില്ല. പക്ഷെ ISRO പോലെ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഒക്കെ അടിച്ചുകൊണ്ട് പോയാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വലിയ പ്രശ്നത്തിലാവും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ സൈബർ അറ്റാക്ക്. അപ്പൊ ഇവിടെ ഗവൺമെന്റ് ഒരു പരിപാടി തുടങ്ങി, സൈബർ സുരക്ഷിത് ഭാരത് ഇനിഷ്യേറ്റീവ് 2018 ലോഞ്ച് ചെയ്തതാണ്. എന്തിനാണ്? ജനങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. അപ്പൊ ഇത് സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട് ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസ് CISOs ആൻഡ് ദ ഫ്രണ്ട് ലൈൻ IT സ്റ്റാഫ്സ് അക്രോസ് ദ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. വേറൊരു പ്രൊജക്ട് കൂടെ വന്നിട്ടുണ്ട്, സൈബർ സ്വച്ഛതാ കേന്ദ്ര. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? ബോട്ട്നെറ്റും നമ്മുടെ ഫോണിലൊക്കെ ബോട്ടുകൾ വരും. ബോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന, സെൽഫായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ബോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വൈറസുകൾ വരും, മാൽവെയർ. ഇതെല്ലാം ക്ലീൻ ചെയ്യണ്ടേ? അതാണ് സ്വച്ഛത എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, അപ്പം ബോട്ട് ഇൻഫെക്ഷൻ ഒക്കെ സോൾവ് ചെയ്യാനുള്ള സംഭവം. അവസാനമായിട്ടുള്ള സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി അവർ ഇട്ടേക്കുന്ന സാധനം എന്താണ്? ഓൺലൈൻ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ. ഒരു പ്രശ്നം ഉണ്ടായാൽ ആ വെബ്സൈറ്റിൽ പോയി പരാതിപ്പെടുക. 2019 ലോഞ്ച് ചെയ്തതാണ്. സിറ്റിസൺ സെൻട്രിക് ഇമേജ് ഉള്ള ഒരു പ്രശ്നം. ആ സൈറ്റിന്റെ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇനി I4C എന്നൊരു സാധനം, അതായത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. അപ്പൊ പല സ്ഥലത്തും മോഷണം നടത്തുന്ന ആൾക്കാർ പെട്ടെന്ന് രക്ഷപ്പെടുന്നില്ല. അപ്പൊ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുവാണെങ്കിൽ
അവരെ കള്ളന്മാരെ പിടിക്കാൻ എളുപ്പമുണ്ടാവും. സോ ഒക്ടോബർ 2018 വി സ്റ്റാർട്ടഡ് ദിസ് വൺ. ഓക്കെ, എല്ലാ ടൈപ്പ് സൈബർ ക്രൈംസൂടെ കോർഡിനേറ്റ് ചെയ്ത് ഒറ്റയടിക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അവസാനം ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു സാധനം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെന്റർ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതിന്റെ ഭാഗമായിട്ട് IT ആക്ടില് 2000 ഒരു ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കി അത് സേഫ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഇത്രയാണ് ഈ ഒരു ഷീറ്റില് നമുക്ക് നോക്കാനുള്ളത്. ഞാൻ എന്റെ ക്ലാസ്സിന് ടൈമിംഗ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്, 1-2 ബ്രേക്ക് ഇടയ്ക്ക് വന്നതുകൊണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിശക്കണൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് എടുത്ത് വന്നിട്ട് എന്റെ ക്ലാസ്സിൽ ഇരുന്നോളൂ കേട്ടോ, കേട്ടു പോയാൽ മതി. സോ ഈ ഒരു ഷീറ്റില് ഇനി പറയാൻ കാര്യം ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്ത്. അപ്പൊ ഞാൻ ഇന്നത്തെ ഷീറ്റിലെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ് ഏതാണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ ഫ്രീസ്. ഓക്കെ, ഗവൺമെന്റിന്റെ ഫ്രീബികളെ കുറിച്ചാണ്. അതിൽ ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വി ടോക്ക് അബൌട്ട് റംസാർ സൈറ്റ്. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ നോക്കി. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ എൻട്രീറ്റഡ് ടെക്നോളജി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് അബൌട്ട് ദ ടെമ്പിൾ, സ്പെഷ്യൽ ടെമ്പിൾ മുദേര ടെമ്പിൾ. ദെൻ നമ്മുടെ ചൈനീസ് പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതിൽ ഇന്ത്യയുടെ എതിർപ്പ് എന്താണ് അതിന്റെ ഉദ്ദേശം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട് താരിഫിലുള്ള ഒരു ന്യൂസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വി ടോക്ക് അബൌട്ട് സിവിൽ സൊസൈറ്റിയുടെ മുകളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ FCRAയും PMLA ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ, അതിന്റെ ഉദ്ദേശം എന്താണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വി ടോക്ക് അബൌട്ട് ദ സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്കില് സൈബർ സെക്യൂരിറ്റിക്ക് നമ്മളൊരു 5 പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് 5 എണ്ണം ഓർത്തു വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എനിക്ക് ഒരു ഷീറ്റ് കൂടെ ഉണ്ട്. എവരിബഡി പ്ലീസ് ഹോൾഡ് ഓൺ. ഓക്കെ, ഒരു ഷീറ്റ് കൂടെ ഉണ്ട്, ഞാൻ അതിൽ ഷെയർ ചെയ്യാം. ഒരു ഷീറ്റ് കൂടെ തീർത്തിട്ട് പോവാം കേട്ടോ. ദിസ് വീക്കില് നമുക്ക് ഷീറ്റുകൾ തീർക്കാൻ പറ്റിയില്ല. ഓക്കെ, സോ ഐ വിൽ കംപ്ലീറ്റ് ദിസ് വൺ ഓൾസോ. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ ഇവിടെ വീണ്ടും കണ്ടോ നമ്മൾ PMLA എന്ന് പറഞ്ഞു. അപ്പം സുപ്രീം കോർട്ട് അപ്ഹെൽഡ് PMLA എന്നുള്ള എന്താണത്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്. വലിയ പ്രോബ്ലം ആണ് മണി ലോണ്ടറിങ് ഉള്ളത്, വലിയ പ്രോബ്ലം ആണ്. നമ്മൾ ചെറുതായിട്ട് തമാശയ്ക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല, വളരെ വലിയ ക്രൈം നടക്കുന്ന ഒരു മേഖലയാണത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത് ആരാണ് മെയിൻലി? ഇത് പല പല ഏജൻസികൾ നമ്മൾ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ED. അപ്പൊ ഗവൺമെന്റിന് EDക്കും എന്താണ് പവർ കൊടുത്തേക്കണേ? ഇങ്ങനെയുള്ള മണി ലോണ്ടറിങ് വിഷയം വന്നാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. സോ ദേ ഹാവ് ദ പവർ ടു സമൻസ്, അറസ്റ്റ്, റെയ്ഡ്, മേക്ക് ബെയിൽ നിയർലി ഇമ്പോസിബിൾ വൈൽ ഷിഫ്റ്റിംഗ് ദ ബർഡൻ ഓഫ് പ്രൂഫ് ഓഫ് ഇൻസെൻസ്. ഓക്കെ, അപ്പം ഈ സുപ്രീം കോർട്ട് പറയാണ് ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് ഒരു ക്രൈം തന്നെയാണ്. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് സുപ്രീം കോർട്ട് ഇവിടെ അപ്ഹോൾഡ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റ് പെറ്റീഷൻസ് വരുന്നുണ്ട്. അപ്പം ഈ മണി ലോണ്ടറിങ് ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് റെയ്ഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം കേരളത്തിലെ ഒരു 1 ഇയർ ബാക്ക് നോക്കിയാൽ മനസ്സിലാവും, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീടുകളില് റെയ്ഡ് ഉണ്ടായിരുന്നു. യൂട്യൂബ് ഇൻഫ്ലുവൻസിന്റെ വീട്ടില് റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റെയ്ഡുകളൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പൈസ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ്. സോ അവര് ബ്ലാക്ക് മണീനെ വൈറ്റ് മണി ആക്കുന്നുണ്ടോ? സോ ദാറ്റ്സ് മെയിൻ ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ആണ്. അപ്പൊ അതിനുവേണ്ടി ഈ EDക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സമൻസ് അയക്കാം. സമൻസ് അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് ചോദ്യം ചോദിച്ച് അവരുടെ ഡീറ്റെയിൽസ് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതിയെടുക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതൊക്കെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പം അങ്ങനെ എടുക്കുന്ന റെക്കോർഡുകളെ, എൻക്വയറിയുടെ ഭാഗമായി എടുക്കുന്ന റെക്കോർഡുകളെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ എടുക്കുന്ന സമയത്ത് അവരിൽ നിന്ന് എടുക്കുന്ന ഇൻഫർമേഷൻ അവർക്ക് ബുദ്ധിമുട്ടാകാൻ പാടുണ്ടോ? ഇല്ല. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 20 സബ് ക്ലോസ് 3 പറയണത്. ഇറ്റ് ഈസ് അബൌട്ട് ദ റൈറ്റ് അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ. സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ എനിക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല.
അപ്പൊ ഞാൻ പറയുന്ന ഒരു വിവരം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് തന്നെ നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പം അതും ഓർത്ത് വെച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള അറസ്റ്റുകൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മറ്റൊരു പോയിന്റ്. അതുപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ 21 ഡ്യൂ പ്രോസസ് ആണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ അമേരിക്കയിലൊക്കെ ഇന്ത്യയിൽ ഇപ്പോ ഞാനും നിങ്ങളും എല്ലാം പോലീസുകാരാണ് വിചാരിക്കും. അപ്പൊ നമ്മളൊരു കള്ളനെ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കള്ളനെ പിടിക്കാൻ വേണ്ടി പോയപ്പോ നമ്മൾ അറിയുവാണ് ആ ഒരു വീട്ടിൽ കള്ളനുണ്ട്. അപ്പൊ ആ വിവരം നമ്മൾ അറിയുന്നത് രാത്രി 2 മണിക്കാണ്. അപ്പൊ രാത്രി 2 മണിക്ക് ആ കള്ളൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ആ വീട് വളയുന്നു. നമ്മൾ ഒരാൾ ആ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിക്കുന്നു, കള്ളനെ പിടിച്ചു വലിച്ചിറക്കി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. അപ്പം അവിടെ എന്താ നടക്കുന്നത്? കള്ളനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത കള്ളന് ചിലപ്പോൾ കൈയും കാലോ ഒടിഞ്ഞ് പല്ലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം പക്ഷെ ഇന്ത്യൻ കോടതികൾ ചോദിക്കുന്ന ചോദ്യം മാത്രമേ ഉള്ളൂ, അറസ്റ്റ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അറസ്റ്റ് ചെയ്ത ആളുണ്ടല്ലോ, ആ കള്ളൻ, അവൻ എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം, ആദ്യം ചോദിക്കില്ല. എന്നാൽ നേരെ മറിച്ച് അപ്പം അവിടെ എന്താ നടന്നത്? അവിടെ അറസ്റ്റ് നടന്നു. അപ്പം പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആയി. അറസ്റ്റ് എന്നുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. സോ ദർ ഇസ് എ പോയിന്റ് കോൾഡ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അപ്പൊ അവിടെ എന്താ നടന്നത്? നിയമം നടപ്പിലായി. അതാണ് സത്യം. പക്ഷെ എങ്ങനെ നടപ്പിലായി എന്നുള്ളത് ചോദ്യമല്ല. എന്നാൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഞാനിപ്പോ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്, ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊന്നുമല്ല, നിയമം വെറുതെ നടപ്പിലായാൽ പോരാ, അവനെ സേഫ് ആയിട്ടാണോ അറസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യം കൂടെ ഉണ്ട് അവിടെ. അതായത് നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് സിനിമയെ കണ്ടു കഴിഞ്ഞാല് കള്ളന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ പോലീസുകാരും അല്ല കേട്ടോ, അവര് കള്ളന്മാരെ കയ്യിൽ വിലങ്ങ് വെച്ച് കാറിന്റെ അകത്തേക്ക് കയറ്റും. നമ്മുടെ ഇവിടുത്തെ പോലെ ജീപ്പല്ല, കാറിന്റെ അകത്തേക്ക് കയറ്റുമ്പോ കാറിന്റെ മോൾ ഭാഗത്ത് തലയിടിക്കാതിരിക്കാൻ വേണ്ടി കൈ വെച്ച് ഇങ്ങനെ പയ്യാണ് അവനെ അകത്തേക്ക് ഇരുത്തുക. നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ എങ്ങനെയാ? ജീപ്പിന്റെ അകത്തേക്ക് വലിച്ചെറിയണം. അപ്പം അവനെയും കൂടെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങൾ ലോകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലും ഉണ്ട് അത്. ആ കൺസെപ്റ്റിനാണ് ഡ്യൂ പ്രോസസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. പക്ഷെ നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ നമ്മുടെ ന്യൂസില് സുപ്രീം കോടതി PMLA കുറിച്ച് പറയുന്നുണ്ട്. PMLA എന്നുള്ള സാധനം നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെയും കൂടെ മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യുമ്പോഴും സമൻസ് അയക്കുമ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിലെ ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ്. മറ്റൊരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 22. ഓക്കെ, അപ്പൊ 22 എന്ന് പറഞ്ഞാൽ എന്താ? അറസ്റ്റ് ചെയ്യുന്നയാളുടെ അവകാശങ്ങൾ. അപ്പൊ എന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത എന്റെ അടുത്ത് പറയണം എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്, ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് പറയണം. മാത്രമല്ല എന്റെ ബന്ധുക്കളെയോ വക്കീലിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണം, ഇന്ന ആളെ കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ വന്ന് മേടിച്ചോ, അങ്ങനെ പറയണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറസ്റ്റിൽ ശ്രദ്ധിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ബാക്കിയുള്ള പോയിന്റ്സ് വായിക്കാം. അടുത്ത എന്താ? ബെയിലാണ്. ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ജാമ്യം എടുക്കുക. അപ്പം PMLA ജാമ്യം ട്വിൻ കണ്ടീഷൻ അണ്ടർ PMLA rendered to Hope the freedom, നോൺ എക്സിസ്റ്റൻസ് ഫോർ ദ അക്യൂസ്ഡ്. 2 കണ്ടീഷൻസ്. ഒന്ന് വേറെ ഒന്നും ഇല്ല, അയാളെ തെറ്റ് ചെയ്തോ ഇല്ലയോ, ഓക്കെ, പിന്നെ അയാൾക്ക് ഇതിനു മുമ്പ് ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിച്ചിട്ടുണ്ടോ, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ്. അപ്പം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഓർത്ത് വെച്ചാൽ മതി. എനിക്കോ നിങ്ങൾക്കോ കോടതിയിൽ പോയി ജാമ്യം എടുക്കണമെങ്കിൽ കോടതി പറയുന്ന ജാമ്യ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വരും. ഇപ്പൊ എന്നോട് പറയാണ്, ഇപ്പൊ ഞാൻ കള്ളത്തരത്തില് അല്ലെങ്കിൽ ഒരാളെ തല്ലിയപ്പോ എനിക്ക് ജാമ്യം തരുമ്പോ അവര് പറയും, നീ ഒരാളെ തല്ലിയില്ലോ, അവനെ ഇനി പോയി കാണാൻ പാടില്ല, അവനെ ഇനി പോയി നീ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നിന്റെ ജാമ്യം ഞാൻ ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ചില കണ്ടീഷൻസ് അത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാവും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ PMLA. ബാക്കിയുള്ള ഇത് വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ല, നിങ്ങൾ വായിച്ചാൽ. ഓക്കെ, ജാമ്യം. പിന്നെ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന വാക്കിന്റെ മീനിങ് വേറൊന്നുമല്ല. ഇപ്പൊ ഞാന് എക്സ് എന്ന് പറയുന്ന ആള് വൈ എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ഓക്കെ, അവൻ കള്ളനാണ്. അപ്പൊ എക്സ് പറയുവാണ് വൈ കള്ളനാണ്. അപ്പൊ പിന്നെ വൈ കള്ളനാണെന്ന് തെളിയിക്കേണ്ട തലവേദന ആരുടെയാണ്? എക്സിന്റെ. കാരണം എക്സ് ആണ് പറഞ്ഞത് വൈ കള്ളനാണ്. സോ എക്സിന് ഒരു ബേർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ദ ബേർഡൻ ഓഫ് പ്രൂഫ്. ഓക്കെ, സോ അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി, പൈസ കിട്ടിയില്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക, അങ്ങനെ കുറച്ച് ന്യൂസ് ആണ്. സോ നോട്ട് ഇമ്പോർട്ടന്റ്, ഓർത്ത് വെച്ചാൽ മതി. സോ PMLA ആക്ടില് നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. ഫോറസ്റ്റ് റൈറ്റ്സ്. അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്താണ്? ഇത് ഒരു മിനിറ്റ്,
യെസ്. അപ്പോ ഫോറസ്റ്റ് റൈറ്റ്, അപ്പൊ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ മെയിൻ വലിയ വലിയ ഫോറസ്റ്റുകളെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ. അപ്പൊ ഞാൻ ആ സെൻട്രൽ ഗവൺമെന്റ് കൺട്രോളിൽ കിടക്കുന്ന ഫോറസ്റ്റിന്റെ അകത്തേക്ക് കയറി ഒരു തടി വെട്ടിയാൽ വലിയ കേസാവും. നേരെ മറിച്ച് ചിലടത്ത് എങ്ങനെയാണ്, ചിലടത്ത് നമുക്ക് അങ്ങനെ കയറാൻ പറ്റും, കുറച്ചുകൂടെ റിസർവേഷൻ ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്. അപ്പം ചില ട്രൈബൽ ആൾക്കാരുണ്ടല്ലോ, മനുഷ്യര്, അവര് അതിന്റെ അകത്താണ് ജീവിക്കുന്നത്. അപ്പൊ അവര് ചിലപ്പോ എന്താ, അവർക്ക് ജീവിക്കാൻ വേണ്ടി ചിലപ്പോ ഒരു 2 കമ്പോ മരം വെട്ടിന്ന് വരാം. അപ്പൊ അവരുടെ റൈറ്റ്സ് ഉണ്ട്. അപ്പം ഫോറസ്റ്റ് റൈറ്റ് 2006 വരുമ്പോ കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട്, ഒരു മിനിറ്റ്, യെസ്, ഇമ്പോർട്ടന്റ് ആയിട്ട് ബജറ്റിൽ, അതായത് ഗവൺമെന്റ് ഓഫ് ഒരു സ്റ്റേറ്റിന്റെ ബജറ്റിൽ ഒരു പ്രൊവിഷൻ എന്തിനാണ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു മേക്ക് എ ബജറ്ററി പ്രൊവിഷൻ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സെൻട്രൽ ആക്ട്. ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് നടപ്പിലാവണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ സ്റ്റേറ്റിന്റെ ബജറ്റിൽ കുറച്ച് പൈസ ഇത് നടപ്പിലാക്കാൻ വേണ്ടി മാറ്റിവെച്ചു. എത്ര പൈസ? 8 കോടി രൂപ. ഇതാണ് ഇത് ന്യൂസ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ചരിത്രപരമായ ന്യൂസ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഗവൺമെന്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒഡീസ അത് ചെയ്യും. കാരണം ഒഡീസയും ഛത്തീസ്ഗഡും ഒക്കെ കൂടുതലും വനങ്ങൾ കൂടുതലുള്ള സ്റ്റേറ്റുകളാണ്, അല്ലെങ്കിൽ ട്രൈബൽ ഏരിയ കൂടുതലുള്ളതാണ്. അപ്പൊ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ആ പ്രൊജക്ട് വന്നേക്കണേ. അപ്പൊ അത് ചെയ്യാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ്സ് വൈ ദേ ഡിഡ് ഇറ്റ്. അടുത്തത്, അപ്പൊ ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 എന്താ, അത് നോക്കാം. അവര് 2006 എന്ത് ചെയ്തു, ഈ കാടിനുള്ളിൽ ജീവിക്കുന്ന ചില ട്രൈബൽ ആൾക്കാരെ കണ്ടുപിടിച്ചു. അവർക്ക് നമ്പർ ഇട്ടു. റെക്കഗ്നൈസസ് ദ റൈറ്റ് ഓഫ് ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. അപ്പം FD-STയും OT-FD ആൾക്കാരുണ്ട്. ഇവരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ആ ഫോറസ്റ്റ് റിസോഴ്സസ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? സാധാരണ മനുഷ്യരല്ലേ, അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തു എന്നുള്ളതാണ് ന്യൂസ്. അപ്പൊ അങ്ങനെ ചെയ്ത ആദ്യത്തെ സംസ്ഥാനമാണ് ഒറീസ. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇൻ ദി ന്യൂസ്. അപ്പം ഈ ഇവരാരൊക്കെയാണ്, ഇവരുടെ മുകളിൽ എങ്ങനെ കൺട്രോൾ, അപ്പൊ തോന്നിയ പോലെ എല്ലാവർക്കും കയറി അങ്ങനെ വെട്ടാൻ പറ്റില്ല. അതിനുവേണ്ടി അതാത് സ്ഥലങ്ങളിലെ ഗ്രാമസഭകൾക്ക് ഡ്യൂട്ടി കൊടുത്തുള്ള. ഓക്കെ, അപ്പൊ ഇവർക്ക് ഈ നിയമം വരുന്നതോടുകൂടി എന്തുണ്ടാവും, ഇവർക്ക് അവകാശങ്ങൾ, ടൈറ്റിൽ റൈറ്റ്സ് കിട്ടി. ഓക്കെ, അപ്പം ആ കാടിനുള്ളില് ഒരു 4 ഹെക്ടർ സ്ഥലങ്ങൾ അവർക്ക് ഒരു ഓണർഷിപ്പ് പോലെ കിട്ടി. അതുകൊണ്ട് തന്നെ വലിയൊരു ചരിത്ര നിമിഷമാണ്, ചരിത്ര ആക്ട് ആണ് FRA. സോ ജസ്റ്റ് ഓർത്തു വെച്ചോളൂ. ഓക്കെ, അപ്പൊ ഈ ന്യൂസ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ഒഡീസയാണ് ആദ്യം അടിച്ചത്. എന്താണ് FRA ആക്ട് എന്ന് മനസ്സിലാക്കുക. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ക്യാൻ റിപ്പീറ്റ്. ഇനി നമ്മുടെ ന്യൂസിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ന്യൂസുകളിൽ വന്നിട്ടുള്ള ചില സ്ഥലങ്ങളാണ്, പ്ലേസസ് ഇൻ ദ ന്യൂസ്. ഒന്ന്, ഖെർസൺ. അതായത് നിങ്ങൾക്കറിയാം, നമുക്ക് റഷ്യയും ഉക്രൈനും തമ്മിൽ അടിയാണ്. അപ്പൊ ഒത്തിരി സ്ഥലങ്ങൾ ഇതിനു മുമ്പുള്ള ന്യൂസിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഉക്രൈൻ ആർട്ടിലറി ഓൺ വെനസ്ഡേ. അപ്പൊ ആ ന്യൂസ് ഉക്രൈനിലെ ഒരു സ്ഥലമാണ് എന്ന് മാത്രം ഓർത്താൽ മതി. പിന്നെ ഒരു റിവർ അവിടെ പോകുന്നുണ്ട്, ദാറ്റ് ഇസ് ഡിൻപ്രോ റിവർ. അതുകൂടെ ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ന്യൂസുകൾ മാത്രമാണ്, ഈ സ്ഥലങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഡിൻഫർ റിവറിനെ കുറിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഡിൻഫർ റിവർ എന്ന് വെച്ചാൽ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ മേജർ റിവറാണ്. ഓക്കെ, റൈസിംഗ് ഇൻ ദ വാൽഡൈ ഹിൽസ് നിയർ ദ സ്മോലെൻസ്ക്, റഷ്യ, ബിഫോർ ഫ്ലോയിങ് ത്രൂ ദ ബെലറസ്, ഉക്രൈൻ ആൻഡ് ഇൻ ദ ബ്ലാക്ക് സീ. ജസ്റ്റ് കോമൺ നോട്ടിൽ നിങ്ങൾ ഓർത്തു വെച്ചാൽ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് വൺ ഇമ്പോർട്ടന്റ് ന്യൂസ്, ഹൈ അംബിഷൻ കോയലേഷൻ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ. ഓക്കെ, ഹൈ അംബിഷൻ കോയലേഷൻ. ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഓക്കെ, പല രാജ്യങ്ങളുടെയും ഗവൺമെന്റുകൾ ചേർന്ന ഗ്രൂപ്പാണ്. എന്താണ് അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിനെ വിളിക്കുക? ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പ്. ഓക്കെ, ചാമ്പ്യനിങ് എ ഗ്ലോബൽ ഡീൽ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ ആക്സലറേഷൻ ലോസ് ഓഫ് സ്പീഷീസ് ആൻഡ് പ്രൊട്ടക്ട് വൈറ്റൽ എക്കോസിസ്റ്റം. എൻവയറമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമായിട്ട് ഫ്രാൻസില്, ബ്രിട്ടനിലും ലോഞ്ച് ചെയ്ത, അല്ലെങ്കിൽ കോസ്റ്ററിക്കയിലും ഫ്രാൻസിലും ബ്രിട്ടനിലും ലോഞ്ച് ചെയ്തിട്ടുള്ള 2019 ലോഞ്ച് ചെയ്ത ഒരു അസോസിയേഷൻ, അത്രയേ ഉള്ളൂ, ഹൈ അംബിഷൻ കോയലേഷൻ ഫോർ നേച്ചർ ആൻഡ് പീപ്പിൾ. ഉദ്ദേശം എന്തായിരിക്കും? ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് പ്രകാരം അറ്റ്ലീസ്റ്റ് 30% ഓഫ് ദ വേൾഡ്സ് ലാൻഡ് ആൻഡ് ഓഷ്യൻ ബൈ 2030 പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള. ഓക്കെ, ഇന്റർ ഗവൺമെന്റ് എഗ്രിമെന്റ് ആണ്, പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്, പ്ലാനറ്റിനെ രക്ഷിക്കണം. അപ്പൊ അത് വലിയൊരു ഓർഗനൈസേഷൻ ആണ്. ഏകദേശം ഒരു 70 രാജ്യങ്ങൾ അതില് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇന്ത്യ 2021 മെമ്പറായി. സോ അതൊന്നും ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് അബൌട്ട് ദ FDI. അത് മനസ്സിലാക്കണം. FDI ഇൻഫ്ലോ.
അതിന്റെ ഫുൾ ഫോം ആണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ഇന്ത്യയില്, ഹീറോ ഹോണ്ട. അപ്പൊ ഹീറോ ഹോണ്ട ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ എന്ന ഇന്ത്യൻ കമ്പനിയും ഹോണ്ട എന്ന ഐ തിങ്ക് സൗത്ത് കൊറിയ ജപ്പാൻ കമ്പനിയാന്ന് തോന്നുന്നു, അവർ രണ്ടുകൂടെ കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ചാണ് ഇന്ത്യയിലെ ബൈക്കുകൾ വന്നത്. അപ്പം അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? കാരണം എന്താ, ഇന്ത്യൻ കമ്പനികൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ബൈക്ക് ഉണ്ടാക്കാനുള്ള ഫാക്ടറി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു, ഹീറോ ഹോണ്ട ഇന്ത്യയിലോട്ട് ബൈക്ക് ബിസിനസിന് വേണ്ടി വന്നപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോണ്ട കമ്പനിയോട് പറയാണ്, നിങ്ങൾ ഇന്ത്യയിലെ ഒരു കമ്പനിയായിട്ട് ടൈഅപ്പിൽ വാ, എന്നിട്ട് നിങ്ങൾ ബൈക്ക് ഇറക്കിക്കോളൂ. അപ്പൊ അവര് ഇന്ത്യയിലോട്ട് നോക്കിയപ്പോ അന്ന് ഇന്ത്യയില് സൈക്കിള് കച്ചവടം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സൈക്കിൾ ബിസിനസ് ഉണ്ടായിരുന്ന കമ്പനിയാണ് ഹീറോ സൈക്കിൾസ്. ആ ഹീറോ സൈക്കിളുമായിട്ട് ഈ ഹോണ്ട കമ്പനി എഗ്രിമെന്റ് വന്നു. അങ്ങനെ അവർ രണ്ടുകൂടെ ചേർന്നാണ് ഹീറോ ഹോണ്ട എന്ന ബൈക്കുകൾ ഇന്ത്യയിൽ ഇറക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അപ്പം ഫോറിനിൽ നിന്ന്, അല്ലെ വേറൊരു രാജ്യത്ത് ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലേ, അതാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഹീറോ കമ്പനിയില് 51% ഷെയറും ഹീറോ എന്നുള്ള കമ്പനിയുടെയും 49% ഷെയർ ഹോണ്ട എന്നുള്ള കമ്പനിയുടെയാണ്. അപ്പം കൂടുതൽ ആരുടെ കയ്യിലാണ്? ഇന്ത്യൻ കമ്പനിയുടെ കയ്യിലാണ്. അപ്പൊ ഒരു സമയം എത്തിയപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു, ഫോറിൻ കമ്പനിക്ക് 100% ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വരുന്നതിന് കുഴപ്പമില്ല, 50% പറ്റുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ഹീറോ ഹോണ്ടയില് മനസ്സിലായ പിള്ളേരെ, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ 100% ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണ് എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെർമിഷൻ കൊടുത്താൽ പിന്നെ ഹോണ്ട എന്നുള്ള ജപ്പാനീസ് കമ്പനിക്ക് ഇന്ത്യയില് ഹീറോ എന്നുള്ള ഗ്രൂപ്പിന് ആവശ്യമില്ല, തനിയെ അവർക്ക് ബൈക്ക് ഇറക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പൊ ഇന്ത്യയില് ഹീറോ മോട്ടോകോപ്പ് എന്ന കമ്പനിയും ഹോണ്ട എന്ന കമ്പനിയും രണ്ടായിട്ട് മുറിഞ്ഞ് അവർ രണ്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഓരോ രാജ്യങ്ങൾ അവരവരുടെ ഫോക്കസ്ഡ് ഏരിയയിൽ, ഓരോ സ്ഥലങ്ങളിൽ ഈ പെർസെന്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫിക്സ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താ പറയാ, ടാറ്റ ഡോകോമോ എന്നൊരു ഫോൺ കമ്പനി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഹച്ച് എറിക്സൺ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കണ്ടോ, നിങ്ങൾക്കറിയാം, മറ്റേ വോഡാഫോൺ ഐഡിയയും കൂടെ ചേർന്ന് VI. അപ്പൊ അങ്ങനെ ഇതെല്ലാം കൊളാബറേഷൻ, ഇതെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗം. അപ്പം അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസെന്റേജ് കൂടുന്നതനുസരിച്ച് ഓരോരോ മേഖലകളിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബജാജ് അലിയാൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? ബജാജ് ഇന്ത്യൻ കമ്പനിയാണ്, അലിയാൻസ് വേറെ രാജ്യത്തിന്റെയാണ്. അപ്പൊ ഇൻഷുറൻസ് മേഖലകളിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് 100% ആണോ? അല്ല. അതുകൊണ്ടാണ് ബജാജ് അലിയാൻസ് എന്നുള്ള പേര് ഒരുമിച്ച് വരുന്നത്. സോ അങ്ങനെ ഇന്ത്യയിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ ഉണ്ട് എന്നുള്ളതാണ് ന്യൂസ് വരിക. സിംഗപ്പൂരിന് ഏകദേശം 27%, US-ൽ 17% എമർജ് ആസ് ദ ടോപ്പ് 2 സോഴ്സിംഗ് നേഷൻ ഇൻ FDI. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് തന്ന രണ്ട് രാജ്യങ്ങള്, 27% സിംഗപ്പൂരും 17% USA. ശരിക്കും സിംഗപ്പൂർ എന്ന് പറഞ്ഞാലും US തന്നെയാണ്, കാരണം സിംഗപ്പൂരിലെ US മണി. ഓക്കെ, ദാറ്റ്സ് വൈ സിംഗപ്പൂർ ഡോളേഴ്സ് എന്ന് നമ്മൾ പറയാം, US മണി തന്നെയാണ്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയില് പല മേഖലകളിൽ ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഈ FDI പോളിസി കുറച്ചുകൂടെ എന്താ പറയാ, ഫ്രീ ആക്കി, എല്ലാവരും വരാൻ വേണ്ടി ഫ്രീ ആക്കി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ FDI ഇൻഫ്ലോ US ഡോളേഴ്സിൽ 84,000 സംതിങ് മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ബിഗ് ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി പറയുന്നത് ഫ്യൂച്ചറിൽ ഇത് ഗ്ലോബൽ പവർ ആവും ഈ രാജ്യം. അപ്പം ടോപ്പ് 5 സെക്ടേഴ്സ് ഏതൊക്കെയാണ് ക്യാഷ് ഫ്ലോ വന്നേക്കണേ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ടോ, പിന്നെ സർവീസ് സെക്ടർ, പിന്നെ ഓട്ടോമൊബൈല്, പിന്നെ ട്രേഡ്, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ. കണ്ടോ, എല്ലാ മേഖലകളിലും നല്ല പെർസെന്റേജ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതില് ഏറ്റവും വന്ന 5 സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഇൻട്രസ്റ്റ് ആണ്. കേരളം അതിലില്ല, അതാണ് രസം. കർണാടക, മഹാരാഷ്ട്ര, ഡൽഹി, തമിഴ്നാട്, ഹരിയാന. കണ്ടോ, അപ്പൊ ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളായിട്ട്, വലിയ കാശുള്ള അല്ലെങ്കിൽ പവർഫുൾ സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനങ്ങൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ മാറും. സോ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, കർണാടകയും മഹാരാഷ്ട്രയും ഡൽഹിയും തമിഴ്നാടും ഹരിയാന. തമിഴ്നാടൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര ഡെവലപ്മെന്റ് ആണ്. സോ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ മാത്രം വരുന്നില്ല. ലെറ്റ്സ് സീ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂസ് ഇറ്റ്സ് അബൌട്ട് ദ ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ IAC വിക്രാന്ത്. നമ്മുടെ വലിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന വിമാനങ്ങളെയാണ് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച്
വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സാധനമാണ് IAC വിക്രാന്ത് എന്ന് പറയാം, ഇന്ത്യൻ എയർക്രാഫ്റ്റ് കാരിയർ വിക്രാന്ത്. ഓക്കെ, ഡിസൈൻ ചെയ്ത് ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ ആണ് നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചിട്ടുള്ള പബ്ലിക് സെക്ടർ ഷിപ്പ്യാർഡ് കമ്പനിയാണ്, മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിന് കീഴിൽ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളാണ് അതിൽ 76% ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ തന്നെ സ്വന്തം സാധനം കൊണ്ട് ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിന്റെ അകത്ത് പല പല MiG അല്ലെങ്കിൽ MH അല്ലെങ്കിൽ കമോ പോലെ വിമാനങ്ങള് പുല്ല് പോലെ വന്ന് ലാൻഡ് ചെയ്യും, അതുപോലെ ലൈറ്റ് ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്യും, എല്ലാ സാധനങ്ങളും ലാൻഡ് ചെയ്യും. ഓക്കെ, സോ ഇതിനെ നമ്മൾ വളരെ ഷോർട്ടായിട്ട്, അതായത് ഈ വിമാനമൊക്കെ ലാൻഡ് ചെയ്യണമെങ്കിൽ ഒത്തിരി സ്ഥലം വേണം, വിമാനം എങ്ങനെ വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കണതേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും സ്ഥലം ഒരു കപ്പലിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് എയർ സ്ട്രിപ്പ് എന്ന് പറയും, വിമാനം ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തിന് എയർ സ്ട്രിപ്പ്. അപ്പൊ അത് ഷോർട്ട് ആയിരിക്കണം, അതിനാണ് സ്റ്റോബർ എന്ന് പറയുന്നത്. സ്റ്റോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് ലാൻഡിങ്, പറന്നു പോകുന്നിടത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി എളുപ്പത്തിന്. അപ്പൊ അങ്ങനെയുള്ള സെറ്റപ്പോട് കൂടി വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ കയർ ഉപയോഗിച്ച് അതിനെ വലിച്ചു നിർത്തുന്ന മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് എയർക്രാഫ്റ്റ് കാരിയർ ആണ് വിക്രാന്ത്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് ന്യൂസ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഹംബൻടോട്ട പോർട്ട് ആണ്. ഹംബൻടോട്ട പോർട്ട് ശ്രീലങ്കയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ്, തുറമുഖമാണ്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചൈനക്കാരുടെ ഒരു റിസർച്ച് കപ്പൽ ഈയിടെ വന്നു പോയി ഓഗസ്റ്റില്. വളരെ ഇമ്പോർട്ടന്റ്, കാരണം ആ കപ്പല് ഒരു രാജ്യത്തിന്റെ അടുത്തൂടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ അടിച്ചു മാറ്റും. ചാരക്കപ്പലാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് അവിടെ വന്നത്? ബ്രിസിൽ, അതായത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ശ്രീലങ്ക, അതായത് ചൈന മുമ്പേ നമ്മൾ പാകിസ്ഥാനുമായിട്ട് കൊളാബറേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ശ്രീലങ്കയായിട്ട് കൊളാബറേഷൻ ഉണ്ട് ബിസിനസ്സിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹംബൻടോട്ട പോർട്ടിൽ ചൈനയുടെ കപ്പൽ വന്നു. ഇന്ത്യ ഭയങ്കര രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് വരാൻ പാടില്ല, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അവര് ചെറുതായിട്ട് പാസ് ചെയ്ത് പോയി. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ന്യൂസ്. ഇനി ഹംബൻടോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഓഷ്യനും നമ്മുടെ മിഡിൽ ഈസ്റ്റ്, ഈസ്റ്റ് ഏഷ്യ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന വളരെ വലിയ ഒരു പോർട്ടാണ്. അപ്പൊ ഈ പോർട്ടിന് ഭീഷണിയായിട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് പോർട്ടാണ് നമ്മുടെ ഈയിടെ സ്റ്റാർട്ട് ചെയ്ത കേരളത്തിന്റെ വിഴിഞ്ഞ തുറമുഖം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡീപ് വാട്ടർ പോർട്ട് ഓഫ് ദ സൗത്ത്, കൊളംബോയിൽ. ഓക്കെ, സോ റെസ്റ്റ് ഓഫ് ദി ന്യൂസ് യു ക്യാൻ റീഡ്. ഇനി നമ്മുടെ ഇന്ത്യ, നിങ്ങൾക്ക് അറിയാം, ഇന്ത്യ ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. സോ ഫാമിലി പ്ലാനിങ് വിഷൻ 2030 നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇങ്ങനെ പിള്ളേര് ഒത്തിരി ഉണ്ടായ പ്രോബ്ലം ആണ്. സോ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, സോ ഹൈ ടീനേജ് ഫെർട്ടിലിറ്റി ഇൻ സം ഏരിയാസ് റിമൈനിങ് കോസ് ഓഫ് ദ കൺസേൺസ്, കുറെ അധികം കുട്ടികളുണ്ടാകും. സോ നമ്മൾ ഒരു ഫാമിലി ഒത്തിരി കുട്ടികളില്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്ട് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ദ ഫാമിലി പ്ലാനിങ് വിഷൻ 2030. അപ്പൊ ചില ജില്ലകളാണ്, പ്രത്യേകിച്ച് ഇപ്പം ബീഹാർ പോലെ ജില്ല, വെസ്റ്റ് ബംഗാൾ, ആസാം, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ആന്ധ്ര, ത്രിപുര, ഇവിടെയൊക്കെ പോപ്പുലേഷൻസിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടെ ചില ജില്ലകളിൽ ടീനേജ് പ്രഗ്നൻസി കൂടുന്നു, കുറയുന്നു. അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ നോക്കിയാൽ സെക്കൻഡ് ലാർജസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അല്ല, ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് രാജ്യമായിട്ട് മാറും. അപ്പൊ അതിന്റെ കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് വി ആർ ഹാവിങ് എ ഫാമിലി പ്ലാനിങ് വിഷൻ. അപ്പം ഇന്നത്തെ ഈ ഒരു ഷീറ്റില് എന്തൊക്കെയാ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ്സ് അബൌട്ട് ദ PMLA. ഓക്കെ, PMLA ഞാൻ അവിടെ ആർട്ടിക്കിൾ 20, 21, 22 പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ, അതുകൂടെ നോക്കണം. ബാക്കിയുള്ള പോയിന്റ് വായിച്ചു വിട്ടാൽ മതി. നെക്സ്റ്റ്, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ആണ്. ഒഡീസയുടെ ഒരു വലിയ റൈറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ട്രൈബൽ ആൾക്കാരെ ഗ്രൂപ്പായിട്ട് തരംതിരിച്ച് അവർക്ക് സ്ഥലങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടി ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താ? ഉക്രൈനിൽ ഒരു സ്ഥലമാണ് ന്യൂസിൽ വന്നേക്കണേ, പിന്നെ ഒരു റിവറും ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത് ഹൈ അംബിഷൻ ഫോർ നേച്ചർ കൺസർവേഷന്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ ഈയിടെ വന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. INS വിക്രാന്തിനെ കുറിച്ചാണ് പിന്നീട് നമ്മൾ പഠിച്ചത്. ഹംബൻടോട്ട പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രീലങ്കൻ പോർട്ടാണ്, അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മറക്കാൻ പറ്റാത്ത. ആൻഡ് ഫൈനൽ ടോപ്പിക് ഈസ് അബൌട്ട് ദ ഫാമിലി പ്ലാനിങ് വിഷൻ. Okay, so that's all for today.